ആരടത്? ചെയ്യാത്ത ടീമാ മിണ്ടിയ. ചേട്ടാ വിളിക്കണ്ട എന്നാ ചേട്ടൻ മടക്കി. രജീഷേ, നിന്റെ അമ്മാവന്റെ മോള് തന്നെ നോക്കണ്ടല്ലോ. എന്താടാ കാര്യം? ഇത് ഉറുമ്പല്ലേ? നിന്റെ ഓളിയിട്ട് ഞാൻ കടിച്ച പാമ്പാന്നിരിക്കല്ലോ. ഇതിനാണ് ഇങ്ങനെ ഇത്രയും വെച്ചുണ്ടാക്കണത്. എന്നെ കാണാനാ? എന്തിനാടാ ചക്കര നീ എൻ്റെ നടി വാങ്ങാൻ പോകുന്നത്? എൻ്റെ സ്ഥലത്തിൻ്റെ ആ വടക്ക് കിഴക്കേ ഭാഗം അത് ജോർജ് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലടാ. പിന്നെ എന്തിനാടാ നീ അതിന് വേറെ ആളെ മുട്ടിച്ചു കൊടുത്ത? കച്ചവടം മുടങ്ങിയ കൂട്ടത്തിലൊരുത്തനെ തൊട്ടാലേ തൊട്ടവനിട്ടൊന്ന് പൊട്ടിച്ചില്ല. പിന്നെ ഞങ്ങൾ എന്തിനാണോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു നടക്കുന്നത്? വിൽസൺ ഒന്ന് തല്ലിയുള്ളൂ, കൂടുതൽ കളിച്ച പന്നി കൊല്ലി ഞാൻ. ഇതിലുണ്ടോ മറക്കൂലടാ. മറക്കണ്ടടാ നീ. വിട്ട് പോടാ. നിന്നെ അടുത്താളടാ. പോടാ പോടാ. അന്നമ്മ അത് വേണം. എടി നാളെ ഉമ്മ വെച്ചാൽ നാട്ടുകാരും കാണും, വീട്ടുകാരറിയും. പിന്നെ അവൻ എന്നെ തന്നെ കെട്ടേണ്ടി വരും. നീ നോക്കിക്കോ. നീ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നോട്ടാ. നിനക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ.
ആ പിന്നെ അമ്മാവൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നീ മുറപ്പെടുന്ന സ്വപ്നം കണ്ട് നടക്കണ്ട കേട്ടാ. അവൾക്ക് നിന്നെ വേണ്ടെന്നാ പറഞ്ഞു. അതിനെങ്ങനെയാ ജീവിക്കാൻ കാശുമില്ല. ഈ തെണ്ടി പിള്ളേരുടെ കൂടെ ഇങ്ങനെ നടന്നോ? പിന്നെ ഏതെങ്കിലും പെണ്ണ് നിന്നെ കെട്ടാൻ വരുവാടാ? ഇല്ല, ഞാൻ കെട്ടണില്ല. പിന്നെ കാശ് ഇന്നൊരു സ്ഥല കച്ചവടം ഉണ്ട്, പൈസയുടെ പ്രശ്നം ഞാൻ തീർത്തുതരാം. ഓ, ഇത് ഞാൻ കുറെ കേട്ടതാ. ചേട്ടന്റെ പെട ലുക്കായിട്ടല്ലോ. നീയും അവര് പോയിണ്ടാവോ? ഒന്നടങ്ങടാ, അവര് പോയിട്ടൊന്നുമില്ല. മഞ്ചേടെ നിക്കണേണ്ട. ചക്കര കലിപ്പിലാണല്ലോ. നെഞ്ചിരിക്കണ്ടാ. അമ്പലത്തിക്കാ. നിന്റെ പേര് അന്നമ്മ തന്നെയല്ലേടി? എന്റെ അമ്മച്ചി, ഞാൻ ആ മഞ്ജുവിന്റെ കൂടെ പോണതാ. ഹായ് അന്നമ്മ പ്ലീസ്. മഞ്ജു, നീ ഒന്ന് നിന്നേ. മഞ്ജു വാ പോവാ. അന്നമ്മ പ്ലീസ് പോവല്ലേ. ദീപു നീ മാറിക്ക്. എന്തായി നമ്മുടെ കാര്യം? പോട പട്ടി. എന്താടി? മഞ്ജു മഞ്ജു നീ അവളോട് പോവല്ലേ എന്ന് പറ പ്ലീസ്. പറയടി. നീ എന്തിനാ അവളോട് പറയണേ? അതെ, കിസ് എന്നൊക്കെ പറയണതേ കൗളത്തായിരിക്കല്ലേ. കിസ് എന്നൊക്കെ പറയണതേ കൗളത്തായിരിക്കല്ലേ. നിനക്ക് നാണില്ലേ അവളുടെ പുറകെ നടക്കാൻ? ഡീ നീ വരണ്ട. ദേ വന്നു. അവളോട് പറ പോവല്ലേ. അവള് പോണി, നീ ഒന്ന് പറയ്. ഇത് നീ പറഞ്ഞിട്ട് വേണം അവളുടെ വയലിൽ. അന്നമ്മ നിക്ക്. അന്നമ്മ നിർത്ത്. നീ ഇവിടെ നിക്ക്. ഞാൻ ഇപ്പൊ വരാം. നിന്നെ ഇപ്പം അമ്പലത്തിലേക്കൊന്നും കാണാനില്ലല്ലോ, എന്ത് പറ്റി? അമ്മ ഹോസ്പിറ്റലിൽ ചേട്ടാ. അതിന് നീ വിഷമിച്ചിട്ട് എന്താ കാര്യം? കാശിന്റെ പ്രശ്നമൊക്കെ നമുക്ക് തീർക്കാം, അതൊന്നും പ്രശ്നമല്ല. പെട്ടുമോനെ, അവള് രണ്ടും കൽപ്പിച്ച. ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു. കാര്യം നടക്കാൻ വേണ്ടി അന്നമ്മ എന്തും ചെയ്യും. സന്തു, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് നിന്റെ സമ്മതമില്ലാണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. ഇതെന്താ അമേരിക്കയാ? നമ്മുടെ നാടിന്റെ സംസ്കാരം അറിയാത്ത വർഗങ്ങള്. ഞാനിതിപ്പോ എന്നെ പ്രസിഡന്റിനോട് പറയാൻ പോവാ. അമ്മനെ കണ്ടപ്പോ അമ്മയൊക്കെ പിന്നെ എന്തുട്ട് ശരിയത്? എനിക്ക് നിന്നെ പോലെ ചങ്കൂറ്റുള്ള ആമ്പിള്ളേരെ ഇഷ്ടം. നിന്നോടുള്ള ഇഷ്ടം എനിക്ക് ഇങ്ങനെ പറയാനാ തോന്നിയത്. കാരണം നീ ഇത് മറക്കില്ല എന്ന് എനിക്കറിയാം. കണ്ടാ, നിനക്ക് ഇത്ര നാളായിട്ട് അവളോട് ഇഷ്ടം പറയാൻ പറ്റിയ മോനെ? അവളാടാ ആൺകുട്ടി.
അതേ അഞ്ഞമ്മോ നാട്ടുകാര് കണ്ടെന്നാ തോന്നണേ. എടി, ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കുണ്ട് കങ്കുറപ്പ്. ഇനിയിപ്പോ എൻ്റെ കല്യാണം വീട്ടുകാർ നടത്തി തന്നില്ലെങ്കിലും നാട്ടുകാർ നടത്തിക്കോളൂ. നീ വാ. നീ എന്തെങ്ങനെ ഇരിക്കണേ? നമ്മുടെ വിൽസനല്ലേ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. നീ ടെൻഷൻ അടിക്കണ്ട, ഓക്കെ ആവും. വരട്ടെ, അവനൊന്ന് മനസ്സിലായി. എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ പെങ്ങളല്ലടാ. ഞാനല്ലടാ അതിന്റെ മോനെ. പറയുന്നേക്കണം. എടാ ഞാനൊന്നും ചെയ്തില്ലടാ. നിന്റെ പെങ്ങള അന്നം വേണം. രണ്ടുപേരും കൂടെ ചേർന്ന് എനിക്കിട്ടുണ്ടാക്കുന്നോടാ. പറഞ്ഞാലും മനസ്സിലാവില്ല നിനക്ക്. വിടണവരെ. വിൽസൺ, നീ ചെയ്ത പാട് നിന്റെ തള്ളാനടുത്ത് ഞാൻ ചെയ്താ നീ സഹിക്കോടാ. പറയുന്നോടാ പട്ടി. കൊല്ലോടെ നിന്നെ. കേട്ടോ, ഭാഗ്യം കൊണ്ട് നമുക്ക് ജാമ്യം കിട്ടി അല്ല ഏട്ടാ. അല്ലെങ്കിലും കാശും പിടി അടക്കണ്ടെങ്കിൽ ഇവിടെ എന്ത് നടക്കും? ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. പറഞ്ഞ കേസുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞ നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ച്. ജോർജിന്റെ കച്ചവടവും എന്നെ തല്ലിയവരുടെ കാര്യം ഒരു തീരുമാനമായി. നമുക്കൊന്ന് കൂടണം കേട്ടോ. നിനക്കിട്ട് പണി തരണമെന്ന് ഞാൻ വിചാരിച്ച, പിന്നെ നീ എന്റെ കൂടെ നിന്നോണ്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടാ. വീട്ട് പിടിയിലുണ്ടോ? നല്ല വേഷമുള്ളതിനാ, സൂക്ഷിക്കണം. ക്യാഷ് കിട്ടി, പോവാം. പേടിച്ചിട്ട് എന്റെ കൈ വരയ്ക്കാണ്. നമുക്ക് പണിയാവൂത്. നീ ഇത് ആദ്യമുണ്ടാ ഈ കാലത്തേക്ക് ഈശോ വീർക്കണമെങ്കിൽ ഇതല്ല അതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നീ വന്നേ, കാർത്തിക ഒന്ന് കാണണം, പോവാ. അന്നമ്മ, ഞാനൊരു കാര്യം പറയാണ്ട് പിടിപ്പിച്ച. നീയും സന്ദീപും തമ്മിലുള്ള ബന്ധം എനിക്കറിയാവുന്നതാ. പക്ഷെ വിൽസന അത് സമ്മതിക്കില്ല. അമ്പലപ്പറമ്പിൽ വെച്ച് ഞാൻ പറയും പോലെ ചെയ്തത് നാട്ടുകാർ മൊത്തം കാണും. പിന്നെ സന്ദീപിന് നിന്നെ കെട്ടിയേ പറ്റൂ. വിൽസനെ പറഞ്ഞ സമ്മതിപ്പിക്കേണ്ട കാര്യം ഞാനേറ്റു. എനിക്കറിയാം നീ സന്ദീപും തമ്മിൽ പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ചോദിച്ചില്ലേന്നേ ഉള്ളൂ. അന്ന് നീ അമ്പലത്തിൽ വരുമ്പോഴൊക്കെ എന്നെ എല്ലാം നോക്കിയിരുന്നത് സന്ദീപിനെയാണെന്ന് എനിക്കറിയായിരുന്നു. ഇനി നീ അതൊക്കെ മറന്നേക്ക്. ഇങ്ങനെയുള്ള ഒരുത്തിന് വേണ്ടി നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അത് കാട്ടി തന്നത്. കാരണം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ശരി കേട്ടോ, നാളാണ്. ഡാ
നികിത എവിടെയായിരുന്നു? ഇന്നത്തല്ലേ കാശ്. ഇനി കാശിൻ്റെ കാര്യം പറഞ്ഞ ഓളിണ്ട. പിന്നെ നാളെ അമ്മാവനായിട്ട് കാർത്തിയായിട്ടുള്ള കല്യാണക്കാരി ഒന്ന് സംസാരിച്ച് നോക്ക്, ചിലപ്പോൾ നടക്കും. നീ എന്ത് ഈ സമയത്ത്? പേടിച്ചിട്ട് ഉറക്കം വരണില്ലേ ചേട്ടാ? നീ ഇത് കുഴപ്പാക്കൂ. ആരുമില്ലേ തള്ളേ? ഈ തള്ളക്ക് രാത്രി ഉറക്കൂലേ? എന്താ ചേട്ടാ, നെഞ്ചി പടക്കണുണ്ടോ? ഇത് ലിൻഡോടെ കൊട്ടേഷനാ. നീ ഇതാദ്യമുണ്ടാ. ഈ കാലത്തേക്ക് ഈശോ വീർക്കണമെങ്കിൽ ഇതല്ല അതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും.